ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമുക്ക് ഒരു കാറിൻ്റെ എക്സോസ്റ്റിൽ വെക്കാൻ പോവുകയാണ്. നമ്മൾ ലാൻസറിൻ്റെ എക്സോസ്റ്റ് വാങ്ങിച്ചിട്ടുണ്ട്. ബൊർല എന്ന് പറയുന്ന ഡബിൾ സ്റ്റോക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിന് റേറ്റ് വന്ന് എനിക്ക് 15,500 നമുക്കിപ്പോൾ ലാൻസറിൽ വെക്കണം. ഇന്ന് നമ്മൾ അവിടെ ഷോപ്പിൽ പോവും. ഷോപ്പിൽ പോയിട്ട് നമുക്ക് നോക്കാം അവിടെ എന്താണ് ഇന്നത്തെ കാര്യം നടക്കുമെന്ന് അറിഞ്ഞൂടാ. കാരണം ഒന്നും ലേറ്റായി, നമ്മളിപ്പോൾ നൈറ്റ് അവിടെ അടിക്കുമെന്ന് അറിഞ്ഞൂടാ. അപ്പോൾ എന്തായാലും നോക്കണം എക്സോസ്റ്റ് ചെയ്യാൻ പറ്റുമെന്ന്. അപ്പോൾ അതിൻ്റെ വീഡിയോ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ ഷോപ്പിലാണ് ഞാൻ പോണേ. അപ്പോൾ അവിടെ പോയിട്ട് വേണം ഇത് നോക്കാൻ. അതിന് അവർ പറഞ്ഞ് വൈകുന്നേരം ആയതുകൊണ്ട് നമ്മളിത് രാവിലെ ഒരു സാധനം ഇവിടെ ആറ്റിങ്ങൽ പോയി പാരിപ്പള്ളി പോയി എടുത്തിട്ട് വന്നു. അവിടെ ജനതാ ഗാരേജ് എന്ന് പറയുന്ന ഒരു ഓർഡറേ നിന്നില്ല. നമ്മൾ റേറ്റ് അത്യാവശ്യം കുറഞ്ഞ രീതിയിൽ എടുത്തിട്ടുണ്ട്. ബൊറല അത്യാവശ്യം ഡബിൾ സ്റ്റോക്കാണ്, അത്യാവശ്യം റേറ്റ് വരും. നമുക്ക് ഇതിലടിക്കാനാണ് ലാൻസറിൽ. അപ്പോൾ നമുക്കിന്ന് പോവാം. ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് നോക്കാം. അവിടെ ചെന്നിട്ട് അവ അടിക്കോ ഇല്ലേ നമുക്ക് നോക്കാം. ഇന്ന് പറ്റുമോ ഇല്ലെങ്കിൽ നാളെ നമ്മൾ വീഡിയോ ഇടുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യാനായിട്ട്. ഇപ്പോൾ സമയം ഒരു 5 മണി ആവാറായി. ലൈക്ക് രാത്രി ആയതുകൊണ്ടാണ്, വൈകുന്നേരം ആയതുകൊണ്ടാണ് ഒരു പ്രശ്നം. രാവിലെ കൊണ്ടു കൊടുത്ത് നമുക്ക് വൈകുന്നേരം അതിന് കിട്ടുമായിരുന്നു അവൻ പറയണേ. പക്ഷെ അവൻ ഇപ്പോൾ നോക്കാം, മാക്സിമം ഇന്ന് തന്നെ ചെയ്യാൻ നോക്കാം. കാരണം എന്ന് പറഞ്ഞാൽ രാവിലെ പോയി സാധനം എടുക്കാം. ഓൺലൈനിൽ ബുക്ക് ചെയ്യണമെങ്കിൽ കുറേ സമയം പിടിക്കുമെന്ന് പറഞ്ഞു. അതാ പിന്നെ നമുക്ക് അറിയത്തില്ലല്ലോ എന്താണ് ഒറിജിനൽ. അത് പിന്നെ പോയി കണ്ടെടുത്തതാണ് നമ്മൾ. അങ്ങനെ തന്നെ മാക്സിമം എല്ലാവരും ചെയ്യാൻ നോക്കാം. ഇപ്പോൾ ഓൺലൈനിലേ മിക്കതും കിട്ടത്തുള്ളൂ, അത് വേറെ കാര്യം. പക്ഷെ നമ്മൾ കുറേ തപ്പി ഇറങ്ങി കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പോൾ ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം. ഇന്ന് ചെയ്യൂ നിങ്ങൾക്ക് പൈപ്പൊക്കെ അടിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് അറിയാമല്ലോ ഇലക്ട്രോണിക് എന്താണെന്ന്. അപ്പോൾ നമുക്ക് നോക്കാം. നമ്മൾ വർക്ക്ഷോപ്പ് എത്തിയിട്ടില്ല. ഞാൻ പറഞ്ഞില്ല, എൻ്റെ ഫ്രണ്ടിൻ്റെ ഒരു വർക്ക്ഷോപ്പ് വഴിയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമ്മൾ അവൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് എൻ്റെ ഫ്രണ്ട് ജൊഹാൻ. അപ്പോൾ ഇവൻ്റെ കെയർ ഓഫിൽ നമ്മൾ പൈപ്പ് അടിക്കാൻ പോണേ. അപ്പോൾ നമുക്ക് ബാക്കി വർക്ക്ഷോപ്പിൽ കയറ്റിയിട്ട് നമുക്ക് ബാക്കി വീഡിയോ കാണാം. ഇപ്പം വണ്ടിയുടെ ഒരു ഔട്ട്ലുക്കൊക്കെ കാണിച്ചു തരാം. വണ്ടി ഇപ്പം ഈ കണ്ടീഷനിലാണ് നടക്കണേ. ഇനിയിപ്പം കുറച്ചും കൂടെ നോക്കാറുണ്ട്. ഇപ്പം ബാക്കിൽ ഇപ്പോൾ ഒരു നോർമൽ ഇതിൻ്റെ ഒരു സ്റ്റോക്ക് സാധനമാണ് കിടക്കണേ. നമ്മളിത് മാറ്റി ഇപ്പം ഇതാക്കും, ഇലക്ട്രോണിക് ആക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസ് നമ്മൾ ഇടുന്നതായിരിക്കും. നമുക്ക് വർക്ക്ഷോപ്പിൽ കയറിയിട്ട് ഇന്ന് പറ്റുമോ ഇല്ലയോ നോക്കാം. നമുക്ക് ജൊഹാൻ നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുമെന്നാണ് പറയണത്. ഇന്ന് തന്നെ ചെയ്യാൻ പറ്റുമെന്നാണ് അവൻ്റെ ഒരു ഇത്. നമുക്ക് അറിഞ്ഞൂടെ, എല്ലാം ജൊഹാൻ്റെ കയ്യിലാണ്. ഇന്ന് നിങ്ങൾക്ക് വീഡിയോ ആണെങ്കിൽ അവൻ അടിക്കേണ്ടി വരും. അവൻ ലോക്ക് ചെയ്തിട്ട് അവൻ സാധനം കാണിച്ചു. നമ്മൾ എടുത്ത സാധനം നമ്മൾ ഓപ്പണായി കാണിച്ചിട്ട് കാണിത്തണ്ടോ. ഇത് നമുക്ക് ഇപ്പം അതിലേ കണ്ട ഹാൻഡ്മേഡ്. നീ തറയെ വേ ബ്രോ, തറയെ വെച്ച് ഓപ്പൺ ചെയ്യൂ ബ്രോ. ഇവൻ അതൊക്കെ ഇത്രേ ഉള്ളൂ. മായശേട്ടൻ വരെയാണ് ഇത് ചെയ്യാൻ. എല്ലാത്തിനും മായശേട്ടൻ തന്നെ വേണം. എൻ്റെ മുതുക്ക് സാധനം മറ്റേ കൊച്ചി രാജാവിലാവാൻ പറഞ്ഞ ഡയലോഗ് പറടാ. ഇത് പാറ്റിട്ടാങ്ങ മായശേട്ടൻ പറ. ജൊഹാൻ നോക്കിയിട്ട് പറടാ എന്തുണ്ട്. ഇത് നമുക്ക് നമുക്കൊരു ചെറിയൊരു പൈപ്പ് അപ്പൊ അത്ര വലിയ പൈസ ആവൂലല്ലേ? അല്ലല്ല, ഞാൻ പറയണത് നടുക്ക് കൊടുത്തിട്ട് നമുക്ക് പൈപ്പ് മാത്രം അടിച്ച് ഇറക്കിയല്ലേ ഫ്രണ്ട് ഭാഗത്ത്. അത് തന്നെ നമുക്ക് ഇവിടെ ഈ സാധനം കുറച്ച് പൈപ്പ് നീളത്തിൽ കൊടുത്തിട്ട് ഇല്ല, ഇത് തിരിച്ചല്ലേ, അല്ല ഇത് കുറച്ച് കൊടുത്തിട്ട് കൊടുക്കാൻ പറ്റില്ല. നടക്കോട്ട് വിടാം. പക്ഷെ എഞ്ചിന് കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ബ്രോ ഗൈസ്? എഞ്ചിനിൽ കൊടുത്താലുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് എഞ്ചിൻ പണിയാവാൻ ചാൻസ് ഉണ്ട്. കാരണം നമ്മൾ ഇവിടെ ഹെഡർ അടിച്ച് കഴിഞ്ഞാൽ എഞ്ചിൻ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം പെട്രോൾ വണ്ടിയാണ്, ഡീസലല്ല നമുക്ക്. അപ്പം അത്യാവശ്യം നമ്മൾ നല്ലോണം ചെയ്യേണ്ടി വരും. പിന്നെ ഇന്ന് തന്നെ മാക്സിമം നമ്മൾ റെഡിയാക്കാൻ നോക്കാം. ജൊഹാൻ എന്തെങ്കിലും പറഞ്ഞാലേ നടക്കുകയുള്ളൂ. ജൊഹാൻ എന്തെങ്കിലും പറയണം. ജൊഹാൻ പറയണം, കരഞ്ഞ് കാല് പിടിച്ചിട്ടെങ്കിലും നമ്മളിന്ന് സെറ്റാക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും ഭയങ്കര വെട്ടം. മാക്സിമം എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മളിതിൻ്റെ ബാക്കി വീഡിയോസ് ഉടനെ ഇടുന്നതായിരിക്കും. കണ്ടില്ലേ വണ്ടിയുടെ ഒരു ഗെറ്റപ്പ് കണ്ടില്ലേ ഗൈസ് നിങ്ങൾ? മഹേഷയുടെ ഇപ്പോൾ ഉണ്ട്. ഫുൾ പരിപാടി നമ്മൾ ഇടുന്നതായിരിക്കും. നമ്മൾ ഇലക്ട്രോണിക് പോയി എടുത്തു. എന്താ നമ്മളെടുത്ത ബൊർല റമസാണ് നമ്മൾ ഫസ്റ്റ് നോക്കി. പക്ഷേ ബൊർലയാണ് നല്ല കമ്പനി എന്ന് എല്ലാവരും പറഞ്ഞ കേട്ട്. രണ്ടും തമ്മിൽ വലിയ ഡിഫറൻസ് ഇല്ല അല്ലേടാ? റമസിനെക്കാട്ടിയും ബൊർലയാണ് നല്ല ബെറ്റർ എന്നാണ് ഇവൻ പറയണത്. നമുക്ക് നോക്കാം.
വേറെ നമുക്ക് വർഷാപ്പിക്കായിട്ട് നോക്കാമല്ലേ ബാക്കി. പ്രമസ് വരുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ വാൽവ് ഓഫ് ചെയ്താലും ആ ആ ഒരു സൗണ്ട് പുറത്തോട്ട് വരും. ബൊർല എന്ന് പറയുമ്പോൾ നമ്മൾ വാൽവ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ എക്സോസ്റ്റ് ഉണ്ടെന്നേ അറിയത്തില്ല. വണ്ടി സ്റ്റോക്ക് കണ്ടീഷനിൽ പോകണമെങ്കിൽ അതാണ് 2 വാൽവ്. നമുക്ക് മൈലേജ് ഒക്കെ എത്ര കിട്ടുമായിരിക്കും? മൈലേജ് കുറയും സത്യം പറഞ്ഞാൽ. എത്ര എന്നാലും ഇപ്പം എത്ര ഉണ്ട് ചേട്ടാ മൈലേജ്? 10-13 നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ട് പെട്രോളിൽ. ഇപ്പം ഡീസലായിരുന്നെങ്കിൽ കുറച്ചുകൊണ്ട് കിട്ടിയേനെ. പെട്രോളാണ് നമുക്ക് പെട്രോളിലെ ഒന്നാമത്തെ ദിവസം ഡീസലിൽ എക്സോസ്റ്റ് അടിക്കാൻ പറ്റത്തില്ല. അതെ. പെട്രോളിലെ എക്സോസ്റ്റ് അടിക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുണ്ട്. ഡീസലിൽ സൗണ്ട് കുറവായി. ആ വണ്ടിക്ക് ഡീസലാണ് സൗണ്ട് സ്റ്റാർട്ട് ചെയ്താൽ. പക്ഷേ നല്ല മൈലേജ് കിട്ടും. നല്ല മൈലേജ് ഉണ്ട്, അതാണ്. പക്ഷേ പെട്രോളാണ് ഏറ്റവും ബെസ്റ്റ്. ഇങ്ങനെ നമുക്ക് പ്രൊജക്റ്റ് വണ്ടികളാണെങ്കിൽ ഏറ്റവും ബെറ്റർ പെട്രോൾ വണ്ടികളാണ്. നമ്മൾ വണ്ടി പിന്നെ വേറൊരു കാർ നമുക്ക് കുറച്ച് താക്കണമെന്നുണ്ട്. ഇപ്പം ബാക്ക് പൊക്കിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ താക്കണ വീഡിയോസ് എന്തായാലും ഇടുന്നതായിരിക്കും. വണ്ടി ഇപ്പം നമ്മൾ പെയിൻറ്റ് ചെയ്യണം, പോളിഷ് ചെയ്യണം. സംഭവം ഇപ്പോൾ ഒന്നും ചെയ്യണില്ല, പുതിയ പെയിൻറ്റാണ്. പക്ഷേ ചെറിയ അവിടെ ഇവിടെ പോയിട്ടുണ്ട്. നമുക്ക് എന്തായാലും അടുത്ത വർഷം ടെസ്റ്റ് ഉണ്ട്. അപ്പോൾ ആ സമയമൊക്കെ അപ്പം ചെയ്യാമെന്നാണ് എൻ്റെ ഒരു പ്ലാൻ. അതുവരെ വണ്ടി ഇപ്പം വേറെ പ്രശ്നമൊന്നുമില്ല, കഴിയെ കുട്ടപ്പനായിട്ട് കിടക്കും അല്ലേ ചേട്ടാ. അതുകൊണ്ട് നമ്മൾ ഇപ്പം ബാക്കി വീഡിയോസ് നമ്മൾ വർക്ക്ഷോപ്പിൽ നിന്ന് പറ്റുമെങ്കിൽ കയറ്റിയിട്ട് നമ്മൾ നോക്കാം. അപ്പോൾ നമ്മൾ വണ്ടി നോക്കാൻ പറ്റുമെന്ന് പറ്റിയില്ല നമുക്ക്. കാര്യം എന്ന് പറഞ്ഞാൽ അന്ന് ഒറ്റ ദിവസം കൊണ്ട് അടിച്ച ഒരാളില്ലേ, നമ്മൾ പിന്നെ ടൈം ഒരു വീക്കാക്കി പറയണേ അവർ. അതുകൊണ്ട് നമ്മൾ മാക്സിമം നിന്നില്ല. അപ്പോൾ വേറൊരു ഷോപ്പിൽ പോയി, നമ്മൾ ട്രിവാൻഡ്രത്ത് അടുത്തുള്ള ഒരു എം ടെക് മോട്ടേഴ്സ് എന്ന് പറഞ്ഞ ഷോപ്പിലായിരുന്നു. അവിടെ പക്ഷേ അടിച്ച അവർ സ്റ്റോക്ക് പൈപ്പിലാണ് ചെയ്ത് വെച്ചത്. ഞാൻ നമുക്ക് വാൽട്രോണിക് അടിക്കുക, അവരൊന്നും അടിക്കാൻ അറിയാം, എല്ലാം അറിയാമെന്നൊക്കെ പറഞ്ഞ് വാങ്ങിച്ചിട്ട് പോയിട്ട് പക്ഷെ ഒരു സ്റ്റോക്ക് പൈപ്പിലാണ് അടിച്ചത്. പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ വിദ്ര പോയിട്ട് എൻ്റെ സ്വന്തം നാട് വിദ്രയാണ്. അപ്പോൾ എൻ്റെ കസിൻ്റെ വീട് അവിടെയാണ്. അവിടെ പോയിട്ട് നമ്മൾ അവിടെ കണ്ണൻ എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്, റൈസറാണ് പുള്ളി. അപ്പോൾ പുള്ളി നമ്മൾ മാക്സിമം റിക്വസ്റ്റ് ചെയ്ത് നമ്മൾ അവിടെ നൈറ്റ് കൊണ്ട് തന്നെ ഉച്ചയ്ക്ക് കയറിയിട്ട് നമ്മൾ നൈറ്റ് കൊണ്ട് തന്നെ പണി തീർത്ത് ഫുൾ സ്റ്റീൽ അടിച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ നമ്മൾ ഷോർട്സ് ആയിട്ട് ഇടുന്നുണ്ട്, കാരണം എനിക്കൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇനി നമുക്ക് അതിന് വീഡിയോ ഷോർട്സ് ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളത് കയറി കാണുക, ലൈക്ക് ചെയ്യുക. പിന്നെയെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ടി ഇപ്പം അത്യാവശ്യം നല്ല സൗണ്ടിലാണ്. എന്ന് പറഞ്ഞാൽ നമുക്കിതിൽ ബാങ്കറും കൂടെ കയറ്റണം. നമുക്ക് കസ്റ്റം ചെയ്ത് ബാങ്കറുണ്ട് എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്ക് ഓഫ് ഓണാക്കാൻ പറ്റും, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഒരു ബാങ്കറുണ്ട്. അപ്പോൾ അതും കൂടെ കയറ്റാണ് നമ്മളെ പ്ലാൻ. അപ്പോൾ അതിൻ്റെ വീഡിയോസ് എന്തായാലും നമ്മൾ ഇടുന്നതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞാൽ ഇപ്പോൾ സ്റ്റിയറിംഗ് ഫിറ്റ് ചെയ്തില്ല, ഫിറ്റ് ചെയ്യാൻ പോകണേ ഉള്ളൂ. പിന്നെ ഇപ്പോൾ എനിക്ക് പിന്നെ പൂനെയിൽ വരേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എക്സാംസ് വരെയാണ്, ഞാൻ പൂനെയിലാണ് പഠിക്കുന്നത്. അപ്പോൾ എൻ്റെ ഇവിടെ തന്നെ ഡെയിലി ലൈഫിനെ കാണിക്കുന്നതായിരിക്കും. വണ്ടിയുടെ റീലിൽ അവിടെ ഉണ്ട്, ചേട്ടൻ വീഡിയോ എടുത്തിട്ട് എനിക്ക് അയച്ചു തരും, ഞാൻ എഡിറ്റ് ചെയ്തതിനകത്ത് ഇടാം. മിക്കതും ഷോർട്സ് ആയിട്ട് പറഞ്ഞത്, എൻ്റെ ബ്ലോഗും മിക്ക ഇതായിരിക്കും പറഞ്ഞത്. അപ്പോൾ എല്ലാവരും മാക്സിമം കാണുക. എന്താണ് പൂനെ ലൈഫ്, പൂനെയിൽ എങ്ങനെയൊക്കെയാണ് ഇവിടുത്തെ ഇത് ഡേ ഇൻ മൈ ലൈഫ്, ഇതൊക്കെ ചെയ്യുന്നതായിരിക്കും. നമുക്ക് ഹിന്ദിയിൽ ചെയ്യണമെങ്കിൽ ഹിന്ദി ചെയ്യാം. എൻ്റെ ഫ്രണ്ട് ഉണ്ട്, അപ്പം നമുക്കെല്ലാം ചെയ്യാൻ പറ്റും. അപ്പം മാക്സിമം നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ടാണ്, അവൻ ചിരിപ്പിക്കുന്നതാണ് നമ്മളെ, മനസ്സിലായത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോസായിട്ട് നമുക്ക് കാണാം. അപ്പം ഇനി മെയിനായിട്ട് ഷോർട്സ് ആക്കി ഇനി മുന്നിൽ ഫോക്കസ് ചെയ്യണം. കാരണം ഇവിടെ വന്നപ്പം എനിക്ക് എക്സാംസ് വരെയാണ്. അപ്പോൾ ഈ വ്ളോഗിനോട് ചെറിയ ഇത് പറ്റും എന്ന് പറയുമ്പോൾ ഇത് അറിയാമല്ലോ. അന്ന് ജോഹാനോടൊക്കെ പോയിട്ട് നടന്നില്ല, അതപ്പോൾ ബാക്കി വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയില്ല. പിന്നെ ഇന്നലെ ഞാൻ പറഞ്ഞില്ല, ഇന്നലെയും സംഭവം കുറച്ച് ടാസ്ക് ആയിരുന്നു, എടുക്കാൻ പറ്റിയില്ല. അങ്ങനെയാണ് ഇപ്പം ഞാൻ എൻ്റെ വീഡിയോസ്, നേരെയുള്ള വീഡിയോസ് ഒന്നും മൈക്കൊന്നും കൊണ്ടുപോയില്ല, ക്യാമറയൊന്നും കൊണ്ടുപോയില്ല. അതുകൊണ്ട് കാര്യം നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പം ഷോർട്സ് ഇട്ടിട്ടുണ്ട്, ഞാൻ ഷോർട്സ് കയറി കാണുക എല്ലാവരും. അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോസായിട്ട് കാണാം.